പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം. ദൈവം നിങ്ങളെ നട്ടിരിക്കുകയാണ്, അവിടെ നിങ്ങൾ ഫലം കായ്ക്കും. നാളിതുവരെ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടുമെന്നുള്ളതായ ഒരു രൂപരേഖയും ഇല്ലാതെ ആയിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കൈകളുടെ ശുശ്രൂഷ ഏൽക്കുന്നതിലൂടെ നിങ്ങൾ തഴച്ചു വളരുവാനും ഫലം കായ്ക്കാനും പോകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അപാരമായ ഒരു വളർച്ചയുടെ അന്തരീക്ഷം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആത്മാവിൻ്റെ അരുളപ്പാട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറുവാൻ തയ്യാറായിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെയായിരുന്നു ഇന്നത്തെ ഈ ദൂതിനു വേണ്ടി ഒരുങ്ങുന്ന സമയത്തിന് മുൻപുള്ള എൻ്റെ സമയങ്ങൾ. പരിശുദ്ധാത്മാവിനെ ആ സമയം വളരെ വ്യക്തമായി കാണിച്ചൊരു കാര്യമുണ്ട്. ഇന്നുവരെ കാണാത്തൊരു പുതിയ അന്തരീക്ഷം ഒരുക്കിയിട്ടിട്ട് ദൈവം അതിനകത്തേക്ക് കൊണ്ടുപോയി നമ്മളെ വെക്കുകയാണ്, ജീവിക്കാൻ വിടുകയാണ്. പുറത്തെല്ലാം വളരെ ചൂടുള്ള സമയത്തും ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്റ്റുഡിയോ വളരെ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇതിനകത്ത്. പുറത്തുള്ള ചൂട് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ അനുഭവപ്പെടാറില്ല. പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വിഭിന്നമായി ഈ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഈ ഏരിയയെ നമ്മൾ ശീതീകരിച്ച് വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ലോകത്തിൻ്റെ നടുവിൽ നിന്നും മാറ്റി ഒരു പ്രത്യേക അന്തരീക്ഷം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കി തന്ന് ദൈവം അതിനകത്ത് നമുക്ക് എത്തിപ്പെടാവുന്നതിൻ്റെ മാക്സിമം എത്തിപ്പെടത്തക്ക നിലയിൽ, പിടിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പിടിച്ചടക്കത്തക്ക നിലയിൽ, ഉയരാൻ കഴിയുന്നതിൻ്റെ അവസാന പോയിന്റ് വരെയും എത്താൻ കഴിയും വിധം നമ്മളെ ആ പ്രത്യേക അന്തരീക്ഷത്തിൽ കർത്താവ് കൊണ്ടുപോയി ഇന്ന് ജീവിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും അനുയോജ്യമായിരുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു എങ്കിൽ ഇന്ന് കാര്യങ്ങൾ തിരിഞ്ഞു മാറുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നിങ്ങൾ കാത്തിരുന്ന ഒരു നല്ല അന്തരീക്ഷം, ഒരു നല്ല കാലാവസ്ഥ, നിങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല സീസൺ ദൈവാത്മാവിൽ നിന്ന് തുറക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരത്തിൽ ഇന്ന് രാവിലെ ഏൽപ്പിക്കാം. എൻ്റെ സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ലോകരക്ഷകനും എൻ്റെ കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ, ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വേദഭാഗമാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദൂതിൻ്റെ ആധാരശിലയായി നൽകിയിരിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. ഇതൊരു വെളിപ്പാടാണ്. നീ നിൽക്കുന്ന ഇടത്തു നിന്ന് ദൈവം നിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒറ്റയ്ക്ക് വിടുമെന്നുള്ളതല്ല, തനിച്ച് കൊണ്ടുപോകുന്നുള്ളതല്ല, താൻ കൂടെ വരും. ദൈവം വിളിച്ചിരിക്കുന്നവൻ്റെ കൂടെ ദൈവം വരാൻ സന്നദ്ധനാണ്. ഒന്നുകൂടെ ആ ദൂത് കേട്ടു. കർത്താവിൻ്റെ വിളി കേട്ട കാതാണോ നിൻ്റേത്? ദൈവത്തിൻ്റെ സ്വരം കേട്ടിറങ്ങിയ ഒരു വ്യക്തിയാണോ നിങ്ങൾ? തനിച്ച് വിടത്തില്ല, നിങ്ങൾ തനിച്ചല്ലതാനും. ഒറ്റയ്ക്കാണ്, അങ്ങനാണ്, ഇങ്ങനാണെന്നൊക്കെ പദം പറഞ്ഞ് കരയാൻ 100 സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൂത് പറയുന്നു, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, എൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണ്. നീ അങ്ങനല്ല ഇങ്ങനാണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കൈവിടുന്ന പ്രശ്നമില്ല, നിന്റെ കൂടെ ഞാനുണ്ട്. ദൈവം കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ചിലരെ അവരായിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്ന് പുതിയൊരു ജീവിത വിശാലത പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു പുത്തൻ അന്തരീക്ഷത്തിലേക്ക് ദൈവം നിങ്ങളെ ഈ ദിനങ്ങളിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. യേശു മറരൂപമല വരെ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ താൻ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കാണിച്ചു. യേശു ശിഷ്യരെ കൂട്ടി ഗെത്സമൻ വരെ പോയി. അവിടെ യേശു ലോകപാപങ്ങളെ ഏറ്റെടുത്ത് സർപ്പത്തിൻ്റെ തലയെ തകർത്തുള്ള പ്രാർത്ഥന ആരംഭിച്ചു. നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചിലത് കാണാനാണ്, ചിലതിന് സാക്ഷ്യം വഹിക്കാനാണ്, പുതിയൊരു ജീവിതം തരാനാണ്. അബ്രഹാമിനെ ദൈവം താനായിരുന്ന പഴയ സ്ഥലത്തു നിന്നും പുതിയ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ജോസഫിനെ താൻ ആയിരുന്നിടത്ത് നിന്നും മിസ്രൈമിൻ്റെ അധികാര സ്ഥാനത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ദാവീദിനെ വനാന്തരത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തോളം കൂട്ടിക്കൊണ്ടുപോയി. യേശു ശിഷ്യരെ ഒലിവ് മലയോളം കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുമ്പിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്ത് അവരെ അനുഗ്രഹിച്ച് യാത്രയായി. ഇന്നത്തെ ദൂത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. നീ പോകുന്നത് ജോലി സ്ഥലത്തേക്കാണെങ്കിലും, നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഒരു തത്രപ്പാടിൻ്റെ മേലായാലും, ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ക്ഷണം, നിന്നെ കരം പിടിച്ച് നടത്തുവാനുള്ളതായ ഒരു തയ്യാറെടുപ്പ് കർത്താവിനുണ്ടെന്നുള്ളതിൻ്റെ സന്നദ്ധത ഈ ദൂത് മുഖാന്തരം പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന ചിലരോട് വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് നീ പോകുന്ന കാര്യത്തിൽ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നുണ്ട്. ഞാൻ നിന്നോടുകൂടെ പോരും. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അവിടുന്ന് ഞങ്ങളെ അയക്കുന്നുണ്ടെങ്കിൽ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, എനിക്ക് കൃപ തോന്നണമുള്ളവനോട് കൃപ തോന്നും, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഇന്നത്തെ യാത്രകളെ നോക്കി ആത്മാവിൽ ഞാൻ ഉറപ്പു തരുന്നു, ഇന്നത്തെ നിന്റെ യാത്രകൾ നിനക്ക് സ്വസ്ഥത തരുന്നതാണ്. ഇന്നത്തെ നിന്റെ പരിശ്രമങ്ങൾ നിനക്ക് വിജയം തരുന്നതാണ്. ഇന്ന് നിങ്ങൾ ഏർപ്പെടുന്ന കരാറുകൾ നിങ്ങൾക്ക് വലിയ ഉയർച്ച തരുന്നതാണ്. ഇന്നേ നാഴിക വരെ നിങ്ങൾ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ വിശാലത നിങ്ങളുടെ മിനിസ്ട്രിയുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഓപ്പൺ ആക്കുകയാണ്. നിന്റെ വീട്ടിൽ ഈ ദിവസങ്ങളിലെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരനുഗ്രഹം കയറി വന്ന് സ്ഥാനം പിടിക്കുന്ന കാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ ബന്ധങ്ങളിൽ ഒരു ദൈവിക വിടുതൽ ഇന്ന് രാവിലെ ഉണ്ടാകും. നിന്റെ തലമുറകളുമായുള്ള പ്രശ്നത്തെ ദൈവം ഇന്ന് പരിഹരിക്കും. അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെ ദൈവം വിളക്കി ചേർക്കും. ഒരു ദൈവ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആധികാരികമായി ദൂത് പറയുന്നു. താൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദൈവം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. താൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാവർക്കും അവരവർ ഇരിക്കുന്നിടത്ത് തന്നെ വിളമ്പുകയല്ല, താൻ ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എല്ലാവരും ഇരിക്കുന്നിടത്ത് ദൈവം ഒരുക്കി കൊടുക്കുകയല്ല, താൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരിടത്ത് സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു ഓളങ്ങളുടെ നടുവിൽ തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു വൻ കാറ്റ് ഒരു കപ്പലിനെ തിരകളെ അതിജീവിച്ച് മുൻപോട്ട് പോകത്തക്ക നിലയിൽ അതിൻ്റെ പായയെ ചലിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദ്വീപിലേക്ക് ചലിക്കുന്നത് പോലെ നിന്നെ ആദരിക്കുവാൻ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ നയിക്കുന്ന ഒരു ചലനം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിന്നെ ഞാൻ ഉയർത്തുവാൻ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ നന്മ നീ പിടിക്കും. ആ നന്മ നീ ആവോളം അനുഭവിക്കും. ദൈവം നിനക്ക് നൽകുന്ന സൗഭാഗ്യത്തിൻ്റെ സ്വാദ് നിന്റെ മനസ്സും വയറും ജീവിതവും നിറയ്ക്കും. വാരി വിതറി പലരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കത്തക്ക വണ്ണം നിന്റെ കൈകൾ നന്മയാൽ നിറഞ്ഞു കവിയപ്പെടും. ആ നിലയിൽ നിന്നെ മാനിപ്പാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില സ്പേസുകളുണ്ട്. അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യം പോയിന്റുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം ചിലത് ഒരുക്കാൻ പോകുന്നു. ദൈവം ചിലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. നീ നിൽക്കുന്ന ഇടം നിനക്ക് വിശാലത തരുന്നില്ലെന്നുള്ളതിൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവം അതിവിശാലമായ ഒന്നിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. നീ നിൽക്കുന്ന ഇടത്തെ നിന്റെ ഫ്രസ്ട്രേഷൻസ് ദൈവം തീർക്കാൻ പോവുകയാണ്. നിന്റെ പരിഭവത്തിന് ദൈവം ഇന്ന് തീർപ്പ് കൽപ്പിക്കുന്നു. താൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മനോഹരമായൊരു ഏദൻ ഒരുങ്ങി കിടക്കുന്നു. ആ ഏദൻ്റെ അകത്തേക്ക് ദൈവം കയറ്റാൻ പോവുകയാണ്. ഗ്ലോറി ടു ജീസസ്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ട ചില വലിയ ബിസിനസ്സുകൾ ഒരുങ്ങിക്കിടക്കുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ചിലരെ ദൈവം അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. ചില പ്രത്യേകമായ ഡീലുകൾ സെറ്റായി കിടക്കുന്നു. നീ ചെല്ലുന്നതോടുകൂടി ആ വിഷയം അഴിയും. ദൈവം നിന്റെ കയ്യിൽ അത് പ്രകാരം ഒരു നന്മ തരേണ്ടതിന് വേണ്ടി ഇന്ന് നിന്നെ അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇന്ന് രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഫോൺ കോളുകളും നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ചില യാത്രകളും നിന്റെ ലൈഫിൻ്റെ അകത്ത് ഇന്ന് വരെ കാണാത്ത ചില നന്മകളെ പൊട്ടിച്ചെടുക്കാനുള്ള ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ആത്മാവിൽ ഞാൻ അധികാരത്തോടെ വിളിച്ചു പറയുന്നു, ദൈവ പ്രവൃത്തി നിന്റെ കൺമുമ്പിൽ കാണാൻ പോവുകയാണ്. കർത്താവ് നിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആത്മാവ് ഒരു കാര്യം കൂടി ഇങ്ങനെ പറയുന്നു,
ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരങ്ങളോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വല്ലാത്ത കണ്ണ് നനയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെ ദൈവം ഇന്ന് പകൽ പരിഹരിക്കും. അത് പരിഹരിക്കും എന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരുന്ന നന്മ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്റെ മനസ്സ് പിടിച്ചുലച്ച ചില വിഷയങ്ങളുടെ മുന്നിൽ ദൈവം മറച്ചു വെച്ചൊരു നന്മയെ ഇന്ന് പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ സന്തോഷത്തോടെ ചിലതിലേക്ക് കരം വെക്കും, സ്നേഹത്തോടെ ചിലതിനെ ഏറ്റെടുക്കും. ആ ദൈവിക വിടുതൽ നടക്കാൻ പോവുകയാണ്. മനോഹരമായി തമ്പുരാൻ തൻ്റെ കൈകൾ കൊണ്ട് പണിതുയർത്തിയ ഏദൻ പോലുള്ള ചില രാജ്യങ്ങളിലേക്ക് ചിലർ കയറും. ഏദൻ പോലെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന ബിസിനസ്സുകളിലേക്ക് ചിലർ കയറും. ആമേൻ. മനോഹരമായിരിക്കുന്ന ഒരു പുതിയ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ചിലർ താമസത്തിനായിട്ട് പോകും. തങ്ങൾ വസിക്കുന്ന ഇടത്തിൻ്റെ എല്ലാ കൺജക്ഷനോടും വിട പറഞ്ഞിട്ട് ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ യഹോവയോട് നിലവിളിച്ചു. അവൻ എൻ്റെ നിലവിളി കേട്ട് എന്നെ വിശാല സ്ഥലത്താക്കി എന്നൊരു സാക്ഷ്യം നിങ്ങൾ പറയാൻ പോവുകയാണ്. ആ സാക്ഷ്യത്തിന് മുഖാന്തിരമായി നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തു നിന്നും ആ വിശാലമായ സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോവുകയാണ്, കൂട്ടിക്കൊണ്ടുപോകും. ആമേൻ. കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നീ അടിഞ്ഞുകൂടത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. യഹോവ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ തുടങ്ങിയതാ, ആദാമിൽ തുടങ്ങി ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയതുപോലെ, ബാബിലോൺ പ്രവാസത്തിൽ നിന്നും യെരൂശലേമിന്റെ നന്മയിലേക്ക് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതുപോലെ, ആമേൻ, ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും അങ്ങ് ആ നിത്യതയുടെ സന്തോഷത്തിലോട്ട് നാം എത്തുന്നത് വരെ നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന സമയം സവിശേഷവും ശ്രേഷ്ഠവുമായ ചില നന്മകൾ നീ പ്രാപിക്കേണ്ടതിന് നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമൃദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ച് നിർത്താൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഒരു പുതിയ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുക. ഒരു അവസ്ഥയ്ക്ക് മേലൊരു വ്യത്യാസം വരണമെന്ന് കഴിഞ്ഞ മണിക്കൂറുകൾ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വിടുതലാകെ നടക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളുടെ തലയിലൊരു കരം വന്ന് തൊടുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും, വ്യക്തമായിട്ടുണ്ടാകും. ചില ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശനം ഇന്നേ നാഴിക വരെ അനുഭവിച്ചിട്ടില്ലാത്ത പോലെ അത് പ്രാപിപ്പാൻ പോവുകയാണ്. ആ വിടുതലിന് തയ്യാറായിക്കൊള്ളുക. ഹോളി സ്പിരിറ്റ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഷമാന ഹസ്ബാദ് ഹെത്തെ റബീരിയാം ദൽഖനാഥന. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ ജനം ഇന്ന് പകൽ മാറ്റങ്ങൾ സ്വയം ആർജിക്കുകയല്ല, ദൈവം കൂട്ടിക്കൊണ്ടുപോയി ചിലയിടത്തേക്ക് പ്രവേശിപ്പിക്കുന്ന മഹിമ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഇവരായിരിക്കുന്ന ഇടത്ത് നിന്ന് സ്നേഹത്തോടെ ഇവരുടെ കരത്തിലൊരു സഹയാത്രികനെ പോലെ മുറുകെ പിടിച്ച് ഇവരുടെ കൂടെ നടന്ന് ഇവരെ അനുഗ്രഹത്തിലേക്ക് എൻ്റെ കർത്താവ് പ്രവേശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. പുത്തൻ വാതിലുകൾ ഇന്ന് തുറക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് പറയുന്നു. ആമേൻ. ദൈവം കരം പിടിച്ച് നടത്തുന്നതിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഉന്നതമായ സുവർണ ഡോറുകൾ, ആമേൻ, ഗോൾഡൻ ഗേറ്റുകൾ തുറക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. കരഘോഷത്തോടുകൂടെ വരവേൽപ്പ് നൽകുന്ന നിലയിൽ ദൈവം നിങ്ങൾക്കൊരു സ്വാഗതം അരുളുകയാണ് പലരുടെയും മുൻപിൽ. കർത്താവ് നിന്നെ മാനിക്കുന്ന സമയമായിരിക്കുന്നു. ആ വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്. ആ ശക്തമായ ദൈവിക വിടുതലോടുകൂടെ അങ്ങനെ മക്കളെ ഇന്ന് പകൽ ശക്തമായി ഉയർത്തി മാനിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ മണിക്കൂറുകൾ ഇവർക്ക് വെറും സമയങ്ങളല്ല, ദൈവം കരം പിടിച്ച് നടത്തുന്ന നിമിഷങ്ങളായിരിക്കുകയാൽ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് വെറും സമയങ്ങളല്ല, ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സുവർണ നിമിഷങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ യാത്ര വൈകുന്നേരം എത്താൻ പോകുന്നത് നിസ്സാരപ്പെട്ട ജീവിത വഴികളിലല്ല. ഒന്ന് ഞാൻ പറയാം, ഈ ദൈവാലോചന കേട്ടിറങ്ങി പുറപ്പെടുന്നവരുടെ മുൻപിൽ വ്യക്തമായി കാണപ്പെടത്തക്കവണ്ണമുള്ള നന്മകളുമായിട്ടേ അവരിന്ന് തിരിച്ചു വരികയുള്ളൂ. ഉറപ്പായ കാര്യമാണ്. അത് നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. അത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു. ഒരുപാട് പേർ വന്ന് ദൈവിക വിടുതലുകളെ പ്രാപിച്ച് മടങ്ങുന്നുണ്ട്. നിങ്ങൾക്കത് വന്ന് പ്രാപിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.